എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. വില്യം സിഡ്നി പോർട്ടർ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മറക്കുവാനാകാത്ത ഒരു പ്രമുഖനായ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ എത്ര തവണ വായിച്ചാലും മനുഷ്യർക്ക് മതിയാവുകയില്ല. അത്രത്തോളം അമൂല്യമായ കൃതികൾ രചിക്കുവാൻ വില്യം സിഡ്നി പോർട്ടറിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമായിരുന്നു ഒ ഹെൻറി എന്നുള്ളത്. ഇദ്ദേഹത്തിനൊരു ബാങ്കിലൊരു ജോലി ഉണ്ടായിരുന്നു. ആ ബാങ്കിൽ ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. ശത്രുക്കൾ ഇദ്ദേഹത്തെ കള്ളക്കേസിൽപ്പെടുത്തി തുറുങ്കിലടയ്ക്കുവാൻ ഇടയാക്കി. കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചു. ഇദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിന് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇദ്ദേഹം അവിടെ ഇരുന്ന് ചെറുകഥകൾ രചിക്കാൻ തുടങ്ങി. നൂറുകണക്കിന് കൃതികൾ ഇദ്ദേഹം രചിച്ചു. അതെല്ലാം തന്നെ ലോക പ്രശസ്തമായി തീരുവാൻ ഇടയായി. അതിനുശേഷം കോടതി ഇദ്ദേഹത്തെ നിരപരാധി എന്ന് കണ്ടിട്ട് ഇദ്ദേഹത്തെ വെറുതെ വിട്ടു. എന്നാൽ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ട് കോടതി സ്വതന്ത്രനാക്കി. അദ്ദേഹം ആ ബാങ്കിൽ തിരികെ വന്നു. പക്ഷേ ആ ബാങ്ക് അധികാരികൾ അദ്ദേഹത്തെ ആ ബാങ്കിൽ ജോലി കൊടുത്തില്ല. വീണ്ടും അദ്ദേഹം ഈ ചെറുകഥ രചനയിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തിരിച്ചു. അദ്ദേഹം വീണ്ടും എഴുതി. ആ ലോക പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്തായി വില്യം സിഡ്നി പോർട്ടർ മാറുവാനിടയായി. അതുമാത്രമല്ല, അതുപോലെ അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുവെങ്കിൽ അദ്ദേഹത്തെ സ്വപ്നം പോലും കാണാത്ത വിധത്തിലുള്ളതായ സമ്പന്നനായി മാറുക ഇടയായി. അപ്പോൾ ലോകപ്രശസ്തനും സമ്പന്നനുമായി വില്യം സിഡ്നി പോർട്ടർ മാറുവാനിടയായി തീർന്നത് അദ്ദേഹത്തിന് വന്ന പ്രതിസന്ധികൾ അദ്ദേഹം പതറാതെ അദ്ദേഹം ശക്തിയോടെ അതിനെ നേരിടുവാൻ തയ്യാറായി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ലോക പ്രശസ്തനായി മാറിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാൻ കാര്യം കൊണ്ട് പറയട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ചിലർ അതിൽ പരാജയപ്പെട്ടിട്ട് ആത്മഹത്യയിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വീണുപോകും. എന്നാൽ അതിനെല്ലാം സധൈര്യം തരണം ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെ ഉന്നത നിലവാരത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ മാനസികമായി തകർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ഏത് പ്രതിസന്ധികളും ആയുധമില്ലാത്ത ശത്രുവാണ്. അവനെ നമുക്ക് നേരിട്ടാൽ തോൽപ്പിക്കുവാൻ സാധിക്കും. ദാവീദിനെ ശൗൽ കൊല്ലുവാൻ വേണ്ടി തയ്യാറായി. അദ്ദേഹം ഈ ദാവീദിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ അദ്ദേഹത്തെ പ്രാണഹാനി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ദാവീദിന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തെങ്കിൽ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകും, അവിടുത്തെ ഗുഹകളിൽ പോയി താമസിക്കുക, നിന്റെ പ്രാണം നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സഹിക്കുകയില്ല. അപ്പോൾ ദാവീദ് പറഞ്ഞെന്താണെന്നറിയാമോ? 11-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷി എന്ന പോലെ ദാവീദിനെ ശൗൽ രാജാവ് വേട്ടയാടുന്ന അവസരത്തിൽ ദാവീദിന്റെ സ്നേഹിതന്മാർ പറയുകയാണ്, നീ ഒരു പർവ്വതത്തിലേക്ക് ഇങ്ങനെ ഓടിപ്പോയി നീ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക, എന്നാൽ നിന്റെ പ്രാണനെങ്കിലും നിനക്ക് ബാക്കി കിട്ടുമെന്ന്. അപ്പോൾ ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയും എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഞാൻ ദൈവത്തെ ശരണപ്പെട്ടിരിക്കുകയാണ്, ദൈവം എൻ്റെ ശരണമാണ്. നിങ്ങൾ എന്നോട് പറയുകയാണ്, പക്ഷികൾ പറന്നു പോകുന്ന പോലെ ഏതെങ്കിലും പർവ്വതത്തിലേക്ക് പറന്നുപോയി അവിടെ താമസിക്കാണ്ട് പറയുന്നത് എത്ര മോശമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം അവരോട് ചോദിച്ചത്. നെഹമ്യാവിനെ കുറിച്ച് കാണാൻ കഴിയും. ബാബേൽ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനം യെരൂശലേമിൽ വന്നിട്ട് 100 വർഷം പിന്നിട്ടു. എന്നാൽ അവിടെ ഒരു ദേവാലയം പണിതു എന്നുള്ളതല്ലാതെ അതിന് ചുറ്റുമതിലൊന്നും പണിതിരുന്നില്ല. ഈ ചുറ്റുമതിൽ യെരൂശലേമിനെ പണിയാത്തത് കൊണ്ട് കൊള്ളക്കാരും ശത്രുക്കളും ആക്രമിക്കുകയും കൊള്ളയിടുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ ദൗത്യം, ആ മതിൽ പണിയുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നെഹമ്യാവ് ബാബേലിൽ നിന്ന്
യെരൂശലേമിലേക്ക് വന്നു. മതിൽ പണി ആരംഭിക്കാൻ തുടങ്ങി. അദ്ദേഹം മുന്നമേ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടു, പഠിച്ചു, മനസ്സിലാക്കി ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചതാൻ ആരംഭിക്കുക. അപ്പോൾ ശത്രുക്കൾ അതുപോലെ തന്നെ അദ്ദേഹത്തെ പൊതിഞ്ഞു. അദ്ദേഹത്തെ പല വിധത്തിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ദൗത്യത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യെരൂശലേമിന് മതിൽ പണി നടന്നാൽ ഇവർക്ക് കൊള്ളയിടാനോ ഇവർക്ക് അവിടെ സ്വൈരവിഹാരം നടത്തുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് ആണ് സൻബല്ലത്തും തോബിയാവിൻ്റെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ളതായി ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള പരിപാടി നടന്നുവെങ്കിൽ തന്നെ അതിലൊന്നും നെഹമ്യാവ് വീണുപോയില്ല. ലാസ്റ്റ് അവർ ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ശെമയ്യാവ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ കൂലി കൊടുത്ത് ഈ സൻബല്ലത്തും തോബിയാവും തങ്ങളുടെ വശത്താക്കിയിട്ട് നെഹമ്യാവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിന്നെ അവർ കൊല്ലും, നിനക്ക് രക്ഷപ്പെടാനായിട്ട് ഒക്കുകയില്ല, നീ എന്തായാലും മരിച്ചു പോവും, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ, നമുക്കൊരു കാര്യം ചെയ്യാം. യെരൂശലേം ദേവാലയത്തിനകത്ത് പോയിട്ട് വാതിലടച്ച് നമുക്ക് അതിനകത്തിരിക്കാം. ശത്രുവിന് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നെഹമ്യാവ് പേടിത്തൊണ്ടനാണെന്ന് വരുത്തി തീർക്കണം. ഇവൻ ധൈര്യമില്ലാത്തവനാണ്, ഇവൻ പേടിയുള്ളവനാണ്, അതുകൊണ്ട് ഇവനെ കൊണ്ട് നടക്കുകയില്ല എന്ന് ലോക സമക്ഷം സമർത്ഥിക്കണം. ഇതായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ നെഹമ്യാവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നെപ്പോലെയുള്ളവൻ ഒരുവൻ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ളവൻ ഒരുവൻ ഓടിപ്പോകുമോ? നെഹമ്യാവ് 6:11 പറഞ്ഞാൽ, ഞാൻ അധികാരം പ്രാപിച്ചു വന്നവനാണ്, ഞാനൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് പൂർത്തീകരിച്ചേ മടങ്ങുള്ളൂ. എൻ്റെ മുമ്പിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു, തോറ്റുപോയി. ശ്രദ്ധിക്കണേ, ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് വളരെയധികം ആരോപണങ്ങളുണ്ടായി, വളരെയധികം പ്രത്യാക്രമണങ്ങളുണ്ടായി. നെഹമ്യാവിനെ ആ ദൗത്യത്തെ പിന്തിരിപ്പിക്കാനുള്ള സകല പരിപാടികൾ അവർ ചെയ്തു. എന്നാൽ ആ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഈ കാഠിന്യമേറിയതായ ആ ദൗത്യം തന്നെ ഏറ്റെടുത്ത് 52 ദിവസം കൊണ്ട് നെഹമ്യാവ് യെരൂശലേമിൻ്റെ ചുറ്റുമതിൽ പണിതു തീർക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ യെരൂശലേമിനെ ജാതികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചു. കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സുഹൃത്തെ, പലപ്പോഴും നീ ഒരു കാര്യത്തിലൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്നെ പിന്തിരിപ്പിക്കാൻ പലരുണ്ടാവും. നീ നല്ല ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആകട്ടെ, നീ നല്ല രീതിയിൽ പഠിച്ചു വരുന്നത് കരുതുക, നിനക്കെല്ലാത്തിനും A+ ആണെന്ന് കരുതുക. നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കും. നിന്റെ പഠനത്തെ ഇല്ലാതാക്കാൻ, അത് നിർത്തലാക്കുവാൻ പല പദ്ധതികളും ആവിഷ്കരിക്കാം. നീ ഒരു നല്ല ഉദ്യോഗസ്ഥനാണെന്ന് കരുതുക, സത്യസന്ധനായ ഒരു ജോലിക്കാരാണെന്ന് കരുതുക. നിന്റെ ജോലി തെറിപ്പിക്കുവാൻ ശത്രു പരിശ്രമിക്കും. നീ ഒരു നല്ല ശുശ്രൂഷനാണെന്ന് കരുതുക, നിന്റെ ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ ശത്രു പല വിധത്തിലും തന്ത്രങ്ങൾ മെനയും. സാമ്പത്തികമായി ഞെരുക്കും, പ്രയാസങ്ങളുണ്ടാക്കും, ആരോപണങ്ങൾ നിനക്കെതിരെ അഴിച്ചുവിടും. നീ ഒരു നല്ല കൃഷിക്കാരനാണെങ്കിലും, നീ ഒരു നല്ല കുടുംബത്തിലെ നല്ലൊരു ഭർത്താവോ നല്ലൊരു ഭാര്യയോ നല്ലൊരു കുടുംബം നയിക്കുന്നൊരു വ്യക്തിയോ ആണെങ്കിൽ നിന്നെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാൻ ശത്രു ശ്രമിച്ചേക്കാം. പക്ഷേ സധൈര്യം അവരെ നേരിടുക. പ്രതിസന്ധികളിൽ പതറിപ്പോകരുത്. പ്രതിസന്ധികളെ നിനക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും. നിന്റെ തൊഴിലിൽ നിന്ന് നിന്നെ ഇല്ലാതാക്കാൻ, നിന്റെ കൃഷി നിന്നെ ഇല്ലാതാക്കാൻ, നിന്റെ പഠനത്തിൽ നിന്നെ ഇല്ലാതാക്കാൻ, നിന്റെ ജോലി നഷ്ടപ്പെടുത്തുവാൻ, നിനക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും ഇല്ലാതാക്കുവാൻ ശത്രു പരിശ്രമിക്കും. പക്ഷേ പതറിപ്പോകുന്നത്, ആ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും. ദാവീദ് പറഞ്ഞതുപോലെ, അതിൽ നിന്ന് ഒളിച്ചോടാൻ എന്നെ കിട്ടില്ല, ഞാൻ എൻ്റെ കർത്താവിനെ ശരണമാക്കിയിരിക്കാൻ. പക്ഷികളെ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകുവീൻ, പറന്നു പോകുവീൻ എന്ന് പറയുന്നത് എങ്ങനെ? നെഹമ്യാവ് പതറിപ്പോയില്ല, ദാവീദ് ഓടിപ്പോയില്ല, വില്യം സിഡ്നി പോർട്ടർ ഓടിപ്പോയില്ല. അങ്ങനെ ഓടിപ്പോയിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശസ്തമായ കൃതികൾ ലോകത്തിന് ലഭിക്കുകയില്ലായിരുന്നു. കഴിവുള്ള ഒരു
ഗ്രന്ഥകാരനെ ലോകത്ത് നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, നിന്നെ വെല്ലുവിളിക്കുന്ന സകല വെല്ലുവിളിയിൽ അതിജീവിച്ചുകൊണ്ട് നീ മുന്നേറുക, സധൈര്യം മുന്നേറുക. നീ ജയാളിയായിത്തീരും. ഈ പ്രതിസന്ധികളെല്ലാം മാറും. നീ വിജയിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. നിശ്ചയമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, വാഴും നല്ല സമയത്തിനായ സ്തോത്രം. ഈ സഹോദരനായി, ആ സഹോദരിക്കായി, ആ കുഞ്ഞിനായി, ആ മാതാവിനായി, ആ പിതാവിനായി, ആ യൗവനക്കാരനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരോടുകൂടി ഇരിക്കണമേ. അവരെ ജോലിയിൽ നിന്ന് തെറിപ്പിച്ച് കളയുവാൻ, അവരുടെ പഠനത്തിൽ നിന്ന് അവരെ ഇല്ലാതാക്കുവാൻ, അവരുടേതായ ആ നല്ല പൊസിഷൻ ഇല്ലാതാക്കുവാൻ, അവരുടെ കുടുംബജീവിതം തകർത്ത് കളയുവാൻ പരിശ്രമിക്കുന്ന സകല ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും അതിജീവിക്കുവാൻ കൃപ കൊടുക്കുമാറാകണമേ. ബലവും ശക്തിയും പകരണമേ കർത്താവേ. നെഹമ്യാവിനെ ഉപയോഗിച്ചതുപോലെ, ദാവീദിനെ ഉപയോഗിച്ചതുപോലെ കർത്താവേ, നീ ഇവരെ ഉപയോഗിക്കുമാറാകണമേ എന്നീ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൽ ശരണപ്പെട്ട് മുന്നേറുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.